നന്നായി ബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്ത് കഷ്ടമാണെന്ന് അറിയോ. അതേപോലെ തന്നെ നന്നായിട്ടൊരു മുതലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകണത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാട്ടോ കറണ്ട് അങ്ങോട്ട് പോയത് പകുതി വൈക്കെത്തിയപ്പോൾ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ആവശ്യത്തിലുള്ള മുട്ട എടുക്കുക, എന്നിട്ട് അത് ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എൻ്റെ തൊലി പറിച്ചെടുക്കാൻ പറ്റുന്നൊക്കെ പറയപ്പെടുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളി എടുക്കുക, കട്ടിങ് ടു സ്മോൾ 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 പീസസ്. പിന്നെ മുളക്, അതേപോലെ തന്നെ നമ്മളെ കറിവേപ്പില അങ്ങനത്തെ ഇലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ പാൻ എടുക്കുക, അടുപ്പിൽ വെക്കുക, എണ്ണ ഒഴിക്കുക. ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് അങ്ങനത്തെ അയലുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്ന ആ സമയത്ത് നമുക്ക് എഗ്ഗ് എന്താക്കിയിടുക, തൊലി പൊളിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് വേണ്ട പൊടികളൊക്കെ, ഞാൻ എൻ്റെ കൈ കിട്ടിയ പൊടികളൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിടാൻ മറക്കരുത്, അത് മെയിൻ സാധനമാണ്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസ് ഒഴിച്ചെടുക്കുക. ഞാൻ തക്കാളി സോസ് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സമൂസൻ്റെ ഷീറ്റ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് വെച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ നാട്ടുണ്ടാക്കിച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ ഇത് നടുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു എഗ്ഗ് വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് നല്ല വൃത്തിക്ക് ഫോൾഡ് ചെയ്യാൻ കുറേ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മോഡലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒന്ന് മാത്രം ഇങ്ങനെ കുറച്ചിങ്ങോട്ട് ഡിസൈനൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കണുള്ളൂ. പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, വെരി സിമ്പിളാണ്. ബട്ട് ആ ഫ്രൈ ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കറണ്ട് ഉണ്ടായില്ല. ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. സോ ഇതിന് നമുക്ക് നമ്മളെ മുട്ട പപ്സിൻ്റെ എളാപ്പാൻ്റെ മോനായിട്ടൊക്കെ കണക്കാക്കാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളടാ.